എന്റെ വീടിന്റെ മോന്തായം തറത്തിട്ട് ഇവിടുന്ന് സൂയിക്ക് വാടോടാ. ഇറങ്ങി വാടാ. പോയി ഡ്യൂട്ടി കയറോ, ഇല്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടും. രാത്രി ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. ഓ ബഹളം വെച്ചാ നീ എന്നെ അങ്ങ് ഓലത്തും. ആളില്ലാത്ത നേരം നോക്കി എന്റെ വീടിന്റെ മോന്തായത്തെ കയറി എന്ത് തോന്നിയാസം കാണിക്കാം. അല്ലടാ പന്നകളെ, ഇപ്പൊ കിട്ടുന്ന എനിക്ക് പൊട്ടിയ ഓടിന്റെ കാശ്. തമ്പുരാൻ എഴുന്നള്ള എന്ത് എത്ര വൈകിയത്. പോയിട്ട് പിന്നെ വാടോ. കുമാരനെ കളിയോട് പിടിക്കരുത്. എന്റെ വീടിന്റെ കാശൊന്നുമില്ല, എന്റെ ശവം എടുക്കൊണ്ടിരുന്നു. പിന്നെ സാർ അയാളെ ഇങ്ങോട്ട് വിട്ടേക്ക് സാർ. മുഴുവൻ പണം ഇപ്പൊ തന്നെ വേണോ അതോ ഇപ്പൊ കിട്ടണം, ഇല്ലേ കളി പഠിപ്പിക്കും കുമാരൻ. എന്താ പറഞ്ഞ ഇത്രയും മതിയോ അതോ ഇനിയും വേണോ? മതി. ശരി സാർ. കിട്ടിയാ? കിട്ടി, പലിശ സഹിതം കിട്ടി. വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ പട്ടാളക്കാർക്ക്? അതെന്താ, പട്ടാളക്കാരും മനുഷ്യർ തന്നെയാ. ഇന്ന് വ്രതം തുടങ്ങുക. നാട്ടിലെത്തിയാൽ ഉടനെ മല ചവിട്ടിച്ചോളാം അമ്മ നേർന്നതാ. ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഞാൻ ഉഴപ്പുകായിരുന്നു. ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. അതേതായാലും നന്നായി. അത് അമ്മയുടെ സ്വഭാവം അറിയാഞ്ഞിട്ടാ. ഇത് കഴിഞ്ഞാൽ ഉടനെ അമ്മ അടുത്ത ഡിമാൻഡുമായിട്ട് രംഗത്ത് വരും. എന്റെ കല്യാണേ മലയ്ക്ക് പോയിട്ട് വന്ന അത് നടക്കുന്ന അമ്മയുടെ വിചാരം. എന്നാ ഞാൻ ചെല്ലട്ടെ? ആയിക്കോട്ടെ. ഏത് ദുഷ്ടമാരെ ഈ ചതി ചെയ്തത്? നഞ്ചു കലക്കി മീൻ പിടിക്കാൻ വരുന്നവരെ രാത്രി കാവൽ കിടന്ന് വെടി വെച്ച് കൊല്ലണം. അതാ വേണ്ടേ. എന്നാലും കൃഷ്ണപുരത്തേക്ക് പമ്പ് ചെയ്യണ കുടിവെള്ളത്തിൽ തന്നെ വേണം ഇവറ്റകൾക്ക് ഈ ക്രൂരത ചെയ്യാൻ. ഭഗവതി, നീ ഒന്നും കാണുന്നില്ലേ? ആ ഗുളികം പഠിക്കാൻ അന്നേ പറഞ്ഞതാ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ ഉണ്ടാകുന്നു. പരിഹാരം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇതുകൊണ്ടും തീരില്ല. ഇത് മീന് പിടിക്കാൻ വേണ്ടി ആരോ എന്തോ ചെയ്തു എന്നല്ല നിങ്ങൾ കരുതും പോലെ ഒന്നല്ല. കൃഷ്ണപുരത്തേക്ക് ഈ പുഴയെന്ന് വെള്ളം എടുക്കണമെന്ന് അവർ ചിന്തിച്ചാണ്ടാവില്ല. കൃഷ്ണപുരത്തെ കാര്യം മാത്രമല്ലല്ലോ, ഇവിടെ പല വീടുകളിലേക്കും ഈ പുഴയിലെ വെള്ളം തന്നെ കിട്ടുന്നത്. സാറ് വന്ന് നന്നായി. ഇത് കണ്ടില്ലേ, ആരോ വിഷം കലത്തിരിക്കാം മീൻ പിടിക്കാൻ. പൊന്നാരിമംഗലം നിവാസികൾക്കായുള്ള പട്ടാള മുന്നറിയിപ്പ്. നാളെ മുതൽ ഓരോ വീട്ടുകിണറ്റിലെയും വെള്ളം RAF ക്യാമ്പിൽ കൊണ്ടുവന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. പുഴയിലെ മീൻ ചത്തു പൊങ്ങിയത് കണ്ടിട്ടാ പട്ടാളത്തിന്റെ ഈ നടപടി. ഓർക്ക് ഇത് പുതുമായിരിക്കും. നഞ്ച് കലക്കി മീൻ പിടിക്കാൻ ഇത് ആദ്യമായിട്ടൊന്നല്ലല്ലോ. വെറുതെ മനുഷ്യനെ സൂയിപ്പാക്കാനായിട്ട്. ഇത് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതിർത്തിയിലൊക്കെ ഒരു ഗ്രാമത്തെ മുഴുവൻ ഒഴിപ്പിക്കാൻ ഭീകരർ വെള്ളത്തിൽ വിഷം കലക്കും. അന്ന് ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെ പരിശോധിച്ചിട്ടാ വിടാറ്. അതിന് ഇവിടെ എവിടെയാ ഭീകരര്? ഇനി ഉണ്ടായിക്കൊടുന്നില്ലല്ലോ. ഷോക്കില്ല. എന്താ ഇത് അമ്മൻകുട മഹോത്സവം? ഉത്സവം പൂരമൊന്നും അല്ല സാറേ, കിണറ്റിലെ വെള്ളം പരിശോധിക്കണമെന്ന് പട്ടാളത്തിന്റെ കൽപ്പനയാണേ. ഈ പട്ടാള പൈസകൾക്ക് ഇത് എന്തിന്റെ കേടാ? അത് ഏറ്റുതുള്ളാൻ കുറെ നാട്ടുകാർ കൈതകളും. ഒരു തവണ രുചി അറിഞ്ഞതാണേ. ഇതെന്തോടെ ഇവിടെ വല്ല സ്വിമ്മിംഗ് പൂളും പണിയാൻ പോകുന്നുണ്ടോ? ഇതിന് മാത്രം വെള്ളം ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരും സാറല്ലേ അനൗൺസ് ചെയ്തു. അതൊരു ചെറിയ കുപ്പി കൊണ്ടുവന്നാ പോരെ? എന്തായാലും കൊണ്ടുവന്നില്ലേ, നാളെ കുപ്പിയിൽ കൊണ്ടുവരാൻ പറയാം. ഇങ്ങനെ പോയാൽ നമ്മൾ സർവ്വ കച്ചവടം പൂട്ടി കെട്ടേണ്ടി വരില്ല പഠിച്ചോനെ. ഇതും കഴിഞ്ഞ് ചെല്ലുമ്പോ എന്റെ സ്റ്റുഡൻസ് എല്ലാം പോകുമല്ലോ. ഭഗവതി, ഇന്നെങ്കിലും അവർക്ക് വണ്ടി തള്ളാതെ കഴിക്കാം. KP രാമചന്ദ്രൻ. 3, 4, 5. അതെ, നാളെ വരുമ്പോ ഈ തടിയനെയും പിള്ളേരെയും കൊണ്ടുവരും കേട്ടോ. എനിക്ക് ഈ കുട ഇത്രയും ദൂരം ചുമന്നോണ്ട് വരാൻ. അത് സാരില്ല, കുപ്പി കൊണ്ടുവന്നാ മതി. പിന്നെ പോകുമ്പോ ടെന്റിന്റെ പുറകഴി വരണേ, ഞാൻ അവിടെ കാത്തിരിക്കാം. കൊടം 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 ഇപ്പുറത്തേക്കിട്ട്
ഓക്കെ. കഴിഞ്ഞോ? സാർ നമ്പർ ഇടായിരുന്നു. അധികം നമ്പർ ഇടണ്ട. കറക്റ്റ്. കുട്ടി, നോക്കിയും കണ്ടൊക്കെ നമ്പർ ഇട്ടില്ലെങ്കിലേ നമ്പർ റോങ് ആവും. ആ നായര് വൈദ്യരുടെ ചൂണ്ടയിലെ പട്ടാഭി സാറ് കുരുങ്ങിന്നാ തോന്നണേ. നിന്ന് കുറുകണണ്ടില്ലേ? ജോലിക്ക് പോകാൻ വൈകിയല്ലേ? ഓ സാരല്ലേ. അപ്പം വൈദ്യരുടെ മോളോട് മാത്രല്ല കുമാരൻ പറഞ്ഞു നടക്കുന്നത് വെറുതെ അല്ലട്ടോ. പട്ടാളത്തിന് പഞ്ചാരടിക്കാൻ വേണ്ടിട്ടാണ് ഈ വെള്ളം പരിശോധന. ക്ഷോട്ടെ സാർ, ഇതൊന്ന് നമ്പർ ഇട്ട് മാറ്റി വെച്ചേക്കാം സാർ. നിങ്ങൾ വെക്കോളൂ, ഞങ്ങൾ പരിശോധിച്ചിട്ട് വരും അറിയിക്കാം. പൊക്കോളൂ പൊക്കോളൂ. പട്ടാള കാമിനകത്ത് കയറി തോന്നിയാസം കാണിച്ചാലുണ്ടല്ലോ. ഞങ്ങൾ ഇത് തൂക്കി പിടിച്ചിരുന്ന് കുറെ നേരമായിട്ട് വെയിൽ കൊള്ളുകയാണ്. അവർക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? ഉണ്ടോ, തന്റെയൊക്കെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്തിട്ട് ജവാന്റെ വിധവേ അവർക്ക് പ്രത്യേകത ഉണ്ട്. സാർ പ്ലീസ്. മോളെ, നമ്മുടെ ഉഴിച്ച് സെന്റർ ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അകത്തേക്ക് പോ. എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് ധാര, ദിസ് ഈസ് തിരുമൽ കേന്ദ്ര. യു ഗോ ആൻഡ് വാച്ച്. ഓക്കെ ഓക്കേ, കം ഓൺ. ഇങ്ങോട്ട് വന്ന് ഒരു മിനിറ്റ്. വലിക്കല്ലടോ. ഇത് സായിപ്പ് എത്തിയില്ല എന്ന് പറഞ്ഞ കഴുത്തെ കയറാൻ വന്നേക്കത്. എല്ലാം റെഡിയല്ലേ? ഇവർക്ക് കഥകളിയാണ് കാണേണ്ടത്, അല്ലാതെ തിരുമലല്ല. കഥകളി തന്നെ വേണോ? കഥകളി ഒരു പഴഞ്ചൻ ചരക്കല്ലേ, ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അല്ലേ? സിനിമാറ്റിക് ഡാൻസിന് ആയിരത്തി കൂടെ അങ്ങോട്ട് കളിച്ചാൽ മതി. കലാമണ്ഡലത്തിലേക്ക് പുറപ്പെട്ട് ഇവർ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചതെന്ന് അറിയാമോ? ആദ്യം കലാമണ്ഡലം കത്തിക്കണം. അവന്റെ ചാക്യാർകൂത്തും കൂടിയാട്ടവും കഥകളിയും മനുഷ്യന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ കഥകളിക്ക് വല്ല പ്രശ്നമുണ്ടോ? കഥകളിക്ക് ഒരു പ്രശ്നമില്ല. വാദ്യക്കാരും മേളക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്. അതിനെന്താ നിന്ന് കരയണേ? ആരെവിടെ കരഞ്ഞേ? കരച്ചിലും പിടിച്ചിലും എനിക്ക് കേൾക്കണ്ട. സായിപ്പുമാര് നിക്കണോ പോണോ? അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? ഈ കഥകളി തന്നെ വേണോ? വേറെ ഏതെങ്കിലും കളി പോരെ? സായിപ്പുമാര് നിക്കണോ പോണോ? സായിപ്പ് നിക്കണം. ബ്രദർ, എല്ലാം കയ്യിൽ പോയി. ഇനി എന്ത് മാങ്ങണ്ടിയാണോ? ഇത് ഇന്നലെ ഉണ്ടാക്കിയതാ. കളിക്കാൻ കൂടുണ്ടോ? Stop it. നമസ്തേ, നമസ്തേ. Stop it. This is not Kathakali. Are you trying to cheat us, bloody buffoon? സായിപ്പേ, നോ സായിപ്പേ, this is കഥകളി. 20 years കഥകളി. 20 years Kathakali? Yes. എന്റെ അമ്മേ, എന്തേടി? ഞാനേ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ്, അല്ലാണ്ട് വേറെ Don't ഒന്നുമില്ല. do that again. മനസ്സിലായി? മലയാളം അറിയാലേ? മതാമല്ലേ ഇത്? ഇതൊക്കെ പാണ്ടാ. സായിപ്പേ പോകല്ലേ, ഞാൻ ഉണ്ടാക്കി തരാം. അവിടെ നിക്കോ? Hey, go, go. അവിടെ നിക്കോന്ന്. അതെ, എന്റെ കയ്യിൽ വേറൊരു കളിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ചാക്യാർ കൂത്ത് പറ്റോ? ഓ, അത് കൂടെ കാണിക്കത്ത കുഴപ്പമുള്ളൂ. വല്ലതും അറിഞ്ഞിട്ടാണ് ആ സായിപ്പ് കഥകളിൽ ഗവേഷണം നടത്തുന്ന ആളാ. എന്നാ പിന്നെ അത് നേരത്തെ പറയാം. കുട്ടി പിശാചേ. എവിടെ നായരെവിടെ? ഇവിടെ ഉണ്ട്, എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ടെന്ന്. എവിടെ ഉണ്ട്? വിളിക്കാനാ പറഞ്ഞത്. നായരല്ലേ ഇത്? ആ, ഞങ്ങൾ ഈ വീടും സെർച്ച് ചെയ്യാൻ പോവാ. എന്തിനാ? അതൊക്കെ പറയാം, വാ. Come on, search. അതെ, തിരക്കൂട്ടല്ലേ? ആരുടെ അമ്മേനെ നോക്കണേ? ഇതാരാ ഇവരൊക്കെ? എന്റെ വാദ്യക്കാരാ, എന്റെ മേളക്കാര്. ഓ. ഇതെന്താ ലാഭത്ത് അഴിച്ചിട്ട് കോഴികളെ പോലെ ഇങ്ങനെ നടക്കണേ? ഓ, ഇവിടെ പതിവായിട്ട് സായിപ്പ്മാര് വരാം. 3 പേര് വന്നു, അവരിപ്പോ തന്നെ പോയി. അടിയും കൊണ്ട് ദേ കിട്ടുന്നു. അയ്യോ. എന്റെ പൊന്ന് സാറേ, ആദ്യമായിട്ട് വന്നത്, അവരിപ്പോ തന്നെ പോയി. എന്താ ഇവിടെ തപ്പണേ? എന്താ പ്രശ്നം? ആ? പറയില്ലല്ലേ?
സുന്ദരി പെണ്ണെ. പേടിക്കണ്ട, വരവ് ഒഫീഷ്യൽ തന്നെയാ. സെർച്ച് നിന്നെ ഒന്ന് കാണാൻ വേറെ ഒരു വഴി ഇല്ലാണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ കുറച്ച് ഫോറിനേഴ്സ് വന്നിട്ടെന്ന് അറിഞ്ഞ. ആ പേരും പറഞ്ഞ് പട്ടാഭി സാറിനെ പിരികേറ്റി കൊണ്ടുവന്നിരിക്കുക. നിന്റെ അച്ഛൻ ഭാവി വരന്റെ പുറകെ പാവാടി എടുത്തോണ്ട് ശ്വാസം വിടാണ്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ വന്നത് അത്യാവശ്യമായിട്ടൊരു കാര്യം